ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആണോ? ഞങ്ങൾ രാവിലെ എണീറ്റ് പൊങ്കാല ഇടാൻ പോകട്ടോ. എൻ്റെ അമ്മയ്ക്കൊരു പൊങ്കാല പരിപാടി ഉണ്ടായിരുന്നു. അപ്പം കാട്ടിലമ്പലത്തിലാണ് പോകുന്നത്. കണ്ണൻചേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയൊക്കെ പുറകിൽ വരുന്നുണ്ട് വേറെ വണ്ടിയിൽ. അമ്മ അവിടുന്ന് വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പം 7 മണിയായി. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. പുത്തനമ്പലത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അമ്മയോടെ പോയി. എൻ്റെ അമ്മ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത്. അപ്പം ഞാൻ വിളിച്ചൊന്ന് വ്ളോഗ് എടുക്കാമെന്നല്ലേ. ഉറക്കം തൂങ്ങിയാ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളൊരു 8 മണിയായപ്പോഴത്തേക്കിനും അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ ചെന്ന് കേട്ടോ. അമ്പലം അപ്പുറത്താണ്, നമുക്ക് ജങ്കാറിൽ പോകണം. പിന്നെ നിങ്ങൾക്ക് ബസ്സിനൊക്കെ വരണമെങ്കിൽ ബസ്സിനും വരാം. പ്രത്യേകം അമ്പലത്തിൻ്റെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബസ്സിൽ, അതുകൊണ്ട് തെറ്റിയൊന്നും പോകത്തില്ല. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ജങ്കാറിൽ കയറി. ജങ്കാറിൽ കയറണേ പ്രത്യേകം സ്പാസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വള്ളമുണ്ട്, ജങ്കാറും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യേണ്ട ഒരു താമസമേ ജങ്കാറിനുള്ളൂ. കടലിൻ്റെ കായലിൻ്റെ നടുക്കാണ് കേട്ടോ ഈ അമ്പലം ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ ഈ ടെമ്പിളിനുണ്ട്. നമ്മളങ്ങനെ ജങ്കാറിൽ കയറി. നല്ല തിരക്കായിരുന്നു. ശനിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും പൊങ്കാല ഇടാൻ പറ്റുന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എപ്പോൾ ചെന്നാലും നമുക്ക് പൊങ്കാല ഇടാം. പിന്നെ രാവിലെ 5 മണി തൊട്ട് അമ്പലം തുറക്കും. 6 മണി തൊട്ട് ജങ്കാർ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അതിന് മുമ്പ് വള്ളമുണ്ട് കേട്ടോ. വള്ളത്തെപ്പോൾ ഞങ്ങൾക്ക് പേടിയായണ്ട ജങ്കാറിന് പോകുന്നു. പിന്നെ കയ്യിൽ ഈ പൊങ്കാല ഇടേണ്ട സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വള്ളത്തെ കയറാൻ കുറച്ച് പേടിയാണ് ഇതൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ജങ്കാറിന് പോയത്. നമ്മൾ അവിടെ ചെന്നപ്പം ഈ കലമൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിച്ചു കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയില്ല. അവിടെ ചെന്നിട്ടെല്ലാം വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നോക്കിയൊക്കെ വാങ്ങിച്ചു. നമ്മൾ ജങ്കാർ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലോട്ട് ചെല്ലുമ്പം അവിടെ അപ്പുറവും ഇപ്പുറവും കടകളുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇനി അഥവാ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ നമുക്ക് പൊങ്കാല ഇടാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആകും കേട്ടോ. നിങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്ന് പേടിക്കൊന്നും വേണ്ട. എണ്ണയും തവിയും കുടവും പഴവും അങ്ങനത്തെ എല്ലാ സംഭവമുണ്ട്. പൊങ്കാല ഇടേണ്ട ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കടയിലും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലായിരുന്നു. പഴമൊക്കെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അങ്ങ് മേടിക്കുമായിരുന്നു. കലവും തവിയും കൊണ്ടുപോകുന്നില്ലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. കലവും തവിയും പഴവും ഇവിടെ നിന്ന് അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻചേട്ടൻ്റെ അമ്മ തലേദിവസം പറഞ്ഞു തന്നായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്നും എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്നൊക്കെ. അപ്പം നമ്മൾ ഈ കലമൊന്നും വാങ്ങിച്ചില്ല. കാരണം ദൂരേന്ന് വരുന്നതുകൊണ്ട് പൊട്ടിപ്പോകുന്നൊക്കെ പേടിച്ചാണ്. പിന്നെ അമ്പലത്തിൽ കിട്ടും, നമുക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. നമുക്ക് അമ്പലത്തിൽ ചെന്നാൽ കിട്ടുമെന്ന് നമുക്കറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കലവും തവിയും ഒന്നും വാങ്ങിച്ചില്ല. പഴവും അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ഗണപതി ഒരുക്കത്തിന് വേണ്ട സാധനങ്ങൾ ഇതൊക്കെ 2 പേരും കൂടി ഇന്ന് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയാണ്. കാരണം കണ്ണൻചേട്ടൻ്റെ അമ്മ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോയി പൊങ്കാല ഇട്ട് നല്ല പരിചയമുള്ളതുകൊണ്ട് എല്ലാ കാര്യവും ചോദിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് അമ്മ കടയിൽ നിന്ന് വാങ്ങിച്ചു ആണ് വന്നത്. അമ്മ ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പം നമുക്ക് സ്ഥലമൊക്കെ കിട്ടി കേട്ടോ. പൊങ്കാല ഇടാനുള്ള സ്ഥലമൊക്കെ കാണും എപ്പോഴും. കാരണം ആൾക്കാർ എപ്പോഴും വന്നാലും എല്ലാവർക്കും ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം വലിയൊരു ഓഡിറ്റോറിയം പോലെ ഉണ്ട്. നമുക്ക് അവിടെ എല്ലാവർക്കും എല്ലാം ചെയ്യാനുള്ള സ്ഥലവും പിന്നെ അവിടെ പൈപ്പും അഴി കഴുകി എടുക്കാനുള്ള ഇതും തേങ്ങ തിരുമ്മി എടുക്കാനുള്ള സ്ഥലവും എല്ലാം അവിടെ തന്നെ ഉണ്ട്.
നമ്മൾ രസീത് എഴുതിക്കാൻ പോവാം കേട്ടോ. അവരപ്പോഴത്തേക്കിനും അതെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പൊങ്കാല ഇടാനുള്ള രസീതും പിന്നെ മണി കെട്ടാനുള്ള രസീതും എടുക്കണം. ആ നേരത്ത് നമുക്ക് രസീത് എടുത്തിട്ട് വരാം. നമ്മളങ്ങനെ മണിയൊക്കെ മേടിച്ചു. നമ്മളവിടെ രസീത് എത്തിക്കുമ്പോൾ പറഞ്ഞാൽ മതി നമ്മുടെ പേരും നാളും എത്ര പേർക്കാണോ മണി വേണ്ടത് നമ്മൾ അത്രയും നമുക്ക് മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ട്രേയിൽ ദേവിയുടെ അകത്ത് വലം വെച്ചിട്ട് അവിടെ നടക്കി വെച്ചാൽ മതി. അവിടെ തിരുമേനി പൂജിച്ചിട്ട് വെളിയിൽ കൊണ്ട് വെക്കും. അപ്പം നമ്മുടെ പേരും നാളും ഒക്കെ വിളിച്ച് നമുക്ക് തരും. ആ ട്രേ തന്നെ നമുക്ക് തരും. അത് നമ്മൾ അവിടെ 7 വലം വെച്ചിട്ട് നമ്മുടെ എന്താണോ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം അത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മണി കെട്ടാം 7 പ്രാവശ്യം വലം വെച്ചിട്ട്. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ ഈ മണി കെട്ടുന്നതാണ്. മണി കെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കുലിക്കണം എന്നൂടെ പറയാം. സൗണ്ട് കേൾക്കാൻ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും അവിടെ പോയി മണി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. കാറ്റടിക്കുമ്പം ഈ മണിയെല്ലാം കിലുങ്ങുന്ന ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും കേൾക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയൊരു ഐതിഹ്യവും കൂടെ ഉണ്ട്. പിന്നെ അവിടെ കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക അമ്പലം ഇരിക്കുന്നെങ്കിലും അവിടുത്തെ വെള്ളം നല്ല പ്യുവർ വെള്ളമാണ്. ഒരു ഉപ്പ് രസമോ അങ്ങനെ ഒന്നുമില്ല. അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. 3 പേരാ പൊങ്കാല മാറി. കുഴപ്പമില്ല. കരയുന്നുണ്ടോ? കരഞ്ഞ് പാപങ്ങളെല്ലാം ഇല്ല. അയ്യാ പൊങ്കാല ഇട്ടോ? പൊങ്കാല ഇട്ട് പകുതിയായി. കുറച്ചും കൂടെ ഉണ്ട്. 2 അമ്മമാരും കൂടെ ഇരുന്ന പൊങ്കാല ഇടുന്നു. എന്നിട്ട് ഇയാളെ നല്ല കരയുന്നേ. അവിടെ നിൽക്കാൻ മേല. ശരിക്കും ഇവിടെ ഉണ്ടല്ലോ കാട്ടിലമ്പലത്തിൽ പിന്നെ നമുക്കെല്ലാം കെട്ടിയൊക്കെ വെച്ചിട്ട് ഷീറ്റൊക്കെ ഇട്ട് നമുക്ക് എപ്പോൾ വന്നാലും ഇവിടെ പൊങ്കാല ഇടാം. എല്ലാ ദിവസവും ഉണ്ട് പൊങ്കാല ഇടാൻ പറ്റുന്ന ദിവസം. നിങ്ങൾ ആരും വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം. കടലിൻ്റെ തൊട്ടടുത്താണ്. കടൽ എരുമ്പുന്ന സൗണ്ടായി കേൾക്കുന്നത്. പിന്നെ നമ്മൾ പൊങ്കാലയൊക്കെ എടുക്കുമ്പം തലേദിവസം വ്രതം നോക്കണം. 3 ദിവസം എടുക്കുന്നവരുണ്ട്, തലേദിവസം എടുക്കുന്നവരുണ്ട്. പിന്നെ നല്ല ശുദ്ധിയായിട്ട് വേണം വരാനും. ഗണപതിക്കുള്ളതൊക്കെ ഫസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ വെക്കാനും. നല്ല ശുദ്ധിയായിട്ടൊക്കെ വേണം. ഇത് നമ്മൾ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ വിഷ് എന്തെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കത് കിട്ടുവാണെങ്കിൽ നമ്മൾ ദൈവത്തോടൊരു താങ്ക്സ് പറയുന്ന പോലെയാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത്. അപ്പം നമ്മൾ ജെന്യുവിനായിട്ട് നമ്മൾ എന്തെങ്കിലും വിഷ് ദേവിയോട് പ്രാർത്ഥിച്ചാൽ നമുക്കത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊരു പൊങ്കാലയായിട്ട് നമ്മൾ സമർപ്പിക്കുന്നതാണ് ദേവിക്ക്. അപ്പോൾ ഒത്തിരി പേർക്ക് അറിയാം പൊങ്കാല ഇടാത്തവരായിട്ട് കുറവായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടോ ഞാൻ കണ്ണൻചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഈ പൊങ്കാല ഇടുന്നത് എങ്ങനെയാണെന്നും എങ്ങനെ അവരത് എടുക്കേണ്ടതെന്നും അതിനുള്ള ഐറ്റംസ് വാങ്ങിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ അറിയുന്നതാണ്. ഞങ്ങളുടെ അങ്ങോട്ട് ഏറ്റുമാനൂരൊന്നും അങ്ങനെ പൊങ്കാല ഇടുന്ന അങ്ങനെ കുറവാണ്. ഇപ്പോഴുണ്ട്, അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയി മണി കെട്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ. നല്ല വെയിലാണ്, പക്ഷെ കാറ്റുമൊക്കെ ഉണ്ട്. ചില സ്ഥലത്തൊന്നും ക്യാമറ അലോഡല്ല കേട്ടോ. ഞാനത് മണി കെട്ടുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് തേങ്ങ തിരുമ്മാം. ഇവിടെ തന്നെ തേങ്ങ എടുക്കുകയൊക്കെ ചെയ്യാം. അവിടെ എപ്പോൾ വന്നാൽ നമുക്ക് പൊങ്കാല ഇടാം. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. നമുക്ക് ഗണപതി ഒരുക്കത്തിനുള്ളതാണേലും എന്താണേലും കിട്ടും. പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, വാഷ്റൂമുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പം നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. തിരുമേനി വന്ന് നേദിച്ചായിരുന്നു. നമ്മൾ നേദിച്ച് കഴിഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവർക്കും പ്രസാദം കൊടുക്കും കേട്ടോ. എല്ലാവരും വന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് ഇല കൊണ്ടുവന്ന് നല്ലതായിരിക്കും എല്ലാവർക്കും ഇലയിൽ കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ തിരിച്ചു പോയപ്പം കണ്ണച്ചേട്ടന് ഉണ്ണിയപ്പം കൊടുക്കുന്നതുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് ഉണ്ണിയപ്പം കൂടെ മേടിച്ചു അമ്മൂമ്മയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാലും ഉണ്ടല്ലോ നമുക്ക് അന്നേരം ആ വെയിലത്ത് നിൽക്കുവാന്നോ ആ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. ആ ഒരു സമയം കഴിയുമ്പോഴാണ് നമുക്ക് ക്ഷീണം തോന്നുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുമായിരുന്നു പൊങ്കാല ഇടാനും ഒക്കെ. അപ്പം നമ്മൾ ഉണ്ണിയപ്പൊക്കെ മേടിച്ച് തിരിച്ച് പോവാണ്. ഫുഡൊക്കെ കഴിച്ചു വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വ്ലോഗ് കാണുന്ന എല്ലാവരും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരാത്തവർ തീർച്ചയായും കാട്ടിലമ്പലത്തിൽ വന്ന് നോക്കണം. കാട്ടിലമ്മയോട് പ്രാർത്ഥിച്ച് നോക്കണം. നിങ്ങളുടെ വിഷയൊക്കെ നടക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.